നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹൈവാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ തിരിച്ചെത്തിയ ശേഷം സ്വപ്നിലിന്റെ അപ്രതീക്ഷിത കോൾ വന്നിരുന്നു. ഇന്ന് സ്വപ്നിലിന്റെ വീഡിയോ കോളിലെ എന്റെ അനിയന്ത്രിതമായ വാക്കുകളും ഒരു വിധവയുടെ ഭർത്താവിന്റെ വിവാഹാഭ്യർത്ഥന എന്റെ പപ്പിയുടെ ഒറ്റപ്പെടലിനെക്കുറിച്ച് എന്നെ ചിന്തിപ്പിച്ചതും അൽക്കമാമിനൊപ്പമുള്ള ആ ഡിന്നറും നിങ്ങൾ കേൾക്കും. അവിടെ എന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങാൻ പോകുകയാണ്. സ്വപ്നിലിന്റെ വീഡിയോ കോളും വസ്ത്രങ്ങളുടെ രഹസ്യവും. നിയന്ത്രണമില്ലാത്ത വാക്കുകൾ. സ്വപ്നിലിന്റെ വീഡിയോ കോൾ കണ്ട ഉടനെ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ആവേശത്തോടെ പറഞ്ഞു, കിടക്കയിൽ കിടന്ന് ഞാൻ നിങ്ങളെ തന്നെ ഓർക്കുകയായിരുന്നു. തുടർന്ന്, അതെ സ്വപ്നിൽ, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. എന്റെ വാക്കുകളിൽ എനിക്ക് യാതൊരു നിയന്ത്രണവുമില്ലായിരുന്നു. വസ്ത്രങ്ങളുടെ ഒഴികഴിവ്. തനിക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് സ്വപ്നിൽ പറഞ്ഞു. എന്റെ ചില വസ്ത്രങ്ങൾ തന്റെ പക്കൽ ഇരുന്നുപോയെന്ന് പറഞ്ഞ് ക്യാമറ തന്റെ ബെഡിലുള്ള ആ വസ്ത്രങ്ങളിലേക്ക് തിരിച്ചു കാണിച്ചു. ആവേശകരമായ സങ്കല്പം. എന്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു. എന്റെ വസ്ത്രങ്ങൾ തന്റെ ബെഡിൽ വെച്ചുകൊണ്ട് സ്വപ്നിൽ ഞാൻ കൂടെയുള്ളതായി സങ്കല്പിക്കുകയാണോ? ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. എന്റെ ഈ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ചിന്തകളിൽ എന്നെ ഉൾപ്പെടുത്താൻ ഒരവസരം നൽകുന്നു. വിഷമവും വിടവാങ്ങലും. ഈ ഓർമ്മകൾ ക്രമേണ മങ്ങുമെന്ന് സ്വപ്നിൽ പറഞ്ഞു. ഉടനെ ഭാരതത്തിൽ വരുമെന്ന് വാഗ്ദാനം ചെയ്തു. കോൾ കട്ടായ ശേഷം ഞാൻ വീണ്ടും ആ മധുരമായ ചിന്തകളിൽ മുഴുകി. സുരക്ഷിതമല്ലാത്ത വിധവയുടെ ഭർത്താവിന്റെ വിവാഹാഭ്യർത്ഥന. പ്രതീക്ഷിക്കാത്ത അഭ്യർത്ഥന. ഒരു വൈകുന്നേരം ഞാൻ എന്റെ ശിഷ്യ സൗമ്യയുടെ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ അവളുടെ അച്ഛൻ യോഗേഷ്ജി എന്നെ തടഞ്ഞു. തന്റെ ഒറ്റപ്പെടൽ പ്രകടിപ്പിച്ചുകൊണ്ട് നേരിട്ട് എന്നെ വിവാഹം കഴിക്കാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. പിതാവിന്റെ പ്രതിബിംബം. യോഗേഷ്ജിയുടെ അഭ്യർത്ഥന എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ഞാൻ മോശമായി കരുതിയില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ പപ്പിയും ഒറ്റക്കല്ലേ? പപ്പിയും തന്റെ ആവശ്യങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടാകാം. ആദർശവും ഒറ്റപ്പെടലും. പ്രായമായ വിധവ പുനർവിവാഹം കഴിക്കാതിരിക്കുന്നതിന് സമൂഹം ഒരു ആദർശമായി കാണുന്നു. ആ ആദർശം കാരണമാണ് പപ്പിയെ തനിയെ വിടരുത് എന്ന ഉത്കണ്ഠയിൽ ഞാൻ അവിവാഹിതയായി തുടരാൻ തീരുമാനിച്ചിരുന്നത്. നിർണായകമായ ഡിന്നർ. മങ്ങുന്ന ഓർമ്മകൾ. സ്കൂൾ തുറന്ന ശേഷം ഞാൻ ജോലിയിൽ തിരക്കായി. സ്വപ്നിലിന്റെ ഓർമ്മകൾ എന്റെ മനസ്സിൽ മെല്ലെ മങ്ങാൻ തുടങ്ങി. മാമിന്റെ നിർദ്ദേശം. അപ്പോഴാണ് ഒരു ദിവസം സ്കൂൾ പരിസരത്ത് വെച്ച് അൽക്കമാം എന്നെ കണ്ടത്. എനിക്ക് മറ്റൊരു വഴിയുമില്ലാതെ മാം പറഞ്ഞു, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം. വിവാഹ ചർച്ച. ഭക്ഷണത്തിനു ശേഷം ഞങ്ങൾ വീണ്ടും മാമിന്റെ ബെഡ്റൂമിലായിരുന്നു. ഇന്ന് സ്വപ്നിലിന്റെയും എന്റെയും വിവാഹത്തെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച തീർച്ചയായും ഉണ്ടാകുമെന്ന് എന്റെ ഉള്ളിൽ പ്രതീക്ഷ ഉണർന്നു. ആദ്യ ചോദ്യം. മാം ചർച്ച തുടങ്ങി. വാണി, സ്വപ്നിൽ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് രാശിയിൽ എന്നോട് പറഞ്ഞു. എന്റെ ആദ്യ ചോദ്യം ഇതാണ്, ഈ കാര്യം രാശിയിൽ എപ്പോഴാണ് പറഞ്ഞത്? ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പോ അതോ ശേഷമോ? സ്വപ്നിലിന്റെ വിവാഹ താൽപര്യത്തെക്കുറിച്ച് അൽക്കമാം എന്ത് വെളിപ്പെടുത്തും? എന്റെ പിതാവിന്റെ ഒറ്റപ്പെടലിനെക്കുറിച്ചുള്ള ആശങ്ക മറികടന്ന് സ്വപ്നിലിന്റെ പ്രണയം എനിക്ക് സ്വീകരിക്കാൻ കഴിയുമോ? പ്രണയാവേശവും സാമൂഹിക ആദർശങ്ങളുടെ വെല്ലുവിളിയും. നിർണായകമായ വിവാഹ ചർച്ചയും. പ്രേം അൻമോൾ ഹോദ ഹൈവാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 62. സ്വപ്നിലിന്റെ വീഡിയോ കോൾ. യോഗേഷ്ജിയുടെ അഭ്യർത്ഥന. അൽക്കമാമിന്റെ ഡിന്നർ ക്ഷണം. ഞാൻ പെട്ടെന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മൊബൈലിന് അടുത്തേക്ക് പോയി. സ്ക്രീനിൽ സ്വപ്നിലിന്റെ സുന്ദരമായ മുഖം തിളങ്ങുന്നു. ഇതൊരു വീഡിയോ കോളാണ്. ഞാൻ വീണ്ടും സ്വപ്നിലിനെ കാണാൻ പോകുകയാണ്. എന്റെ മനസ്സ് മയിലിനെപ്പോലെ നൃത്തം ചെയ്യുന്നു. ഞാൻ കോൾ എടുത്തു. ഒരുപക്ഷെ എന്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരുന്ന വികാരങ്ങളുടെ സ്വാധീനമായിരിക്കാം. സ്വപ്നിൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, കിടക്കയിൽ കിടന്ന് ഞാൻ നിങ്ങളെ തന്നെ ഓർക്കുകയായിരുന്നു. വാക്കുകൾ വന്നുപോയി. ഇതിന് സ്വപ്നിൽ എന്ത് അർത്ഥം നൽകുമെന്ന് ആലോചിച്ചു ഞാൻ നാണിച്ചുപോയി. സ്വപ്നിൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്താ, എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? അതെ സ്വപ്നിൽ, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. എന്റെ വായയിൽ നിന്ന് വാക്കുകൾ താനേ വരികയാണ്. എന്റെ സംസാരത്തിൽ എനിക്ക് അസ്തിത്വമില്ലെന്ന് തോന്നുന്നു. ഇത് എനിക്ക് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ്. നീ എന്നെ ഓർക്കുന്നുണ്ടല്ലോ. സ്വപ്നിലിന്റെ മുഖത്ത് സന്തോഷം പ്രകടമായിരുന്നു. നിങ്ങളെ വീണ്ടും കാണാൻ കഴിയുന്നതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല. പഴയ തെറ്റുകളിൽ നിന്ന് എന്റെ വാക്കുകൾ പാഠം പഠിക്കുന്നേയില്ല. പക്ഷേ നീ എന്തിനാണ് എന്നെ നിന്നെ കാണുന്നതിൽ നിന്ന് തടഞ്ഞത്? ലൈറ്റ് ഓൺ ചെയ്യൂ, സ്വപ്നിൽ ആകാംക്ഷയോടെ പറയുന്നു. ഞാൻ എന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു. ലൈറ്റ് ഓൺ ചെയ്തു. ഇത്രയധികം ചിന്തിക്കാനുള്ള സമയം എനിക്ക് മുൻപേ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ വാക്കുകളെ ഞാൻ നിയന്ത്രിച്ചേനെ. എന്റെ വികാരങ്ങൾ വാക്കുകളായി പുറത്തു വരില്ലായിരുന്നു. പക്ഷേ സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ മൗനമായി. എന്റെ നാണം കലർന്ന മുഖം സ്വപ്നിൽ കുറച്ചുനേരം സ്നേഹത്തോടെ നോക്കി നിന്നു. ഇത് എനിക്ക് ഏറെ ഇഷ്ടമായി. വാണി, സത്യത്തിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുപറ്റി. നിന്റെ ചില വസ്ത്രങ്ങൾ എന്റെ പക്കൽ ഇരുന്നുപോയി. സ്വപ്നിൽ ക്യാമറ തന്റെ ബെഡിലുള്ള വസ്ത്രങ്ങളിലേക്ക് തിരിച്ചു കാണിച്ചു. ആ വസ്ത്രങ്ങൾ ഞാൻ റാഞ്ചിന് അടുത്തുള്ള തടാകത്തിൽ കുളിക്കുമ്പോൾ ഉപയോഗിച്ചവയാണ്. സ്വപ്നിൽ എന്ത് ആലോചിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
പക്ഷേ എന്റെ മനസ്സ് ചാഞ്ചലമായി മാറുന്നു. എന്റെ വസ്ത്രങ്ങൾ തന്റെ ബെഡിൽ വെച്ചുകൊണ്ട് സ്വപ്നിൽ ഞാൻ കൂടെയുള്ളതായി സങ്കല്പിക്കുകയാണോ? അതുകൊണ്ടാണോ അന്ന് ആ വസ്ത്രങ്ങൾ തിരിച്ചു തരാതിരുന്നത്? മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു. ഞാൻ മൗനമായിരിക്കുന്നത് കണ്ട് സ്വപ്നിൽ വീണ്ടും പറഞ്ഞു, ഇവ നിന്റെ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്യണോ? ഞാൻ മറന്നുപോയ ചില വസ്ത്രങ്ങൾ വെക്കാൻ നിങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ലേ? ഞാൻ ചോദ്യത്തിന് ചോദ്യം കൊണ്ട് മറുപടി നൽകി. നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് വാണി? ശരി, ഇവ എന്റെ വാർഡ്രോബിന് ഭംഗി കൂട്ടട്ടെ. നീ സുഖമായിരിക്കുന്നല്ലോ? സ്വപ്നിൽ ചിരിക്കുകയാണ്. ഞാൻ സുഖമായിരിക്കുന്നുവെങ്കിലും അമേരിക്കയിൽ ചിലവഴിച്ച ദിവസങ്ങൾ മാറ്റി ഓർമ്മ വരുന്നു. സത്യം പറയാൻ ഞാൻ മടിച്ചില്ല. ഞാനും നിന്നെ ഓർക്കുന്നു. എല്ലാം പുതിയതാണല്ലോ. കുറച്ചു സമയമെടുക്കും. അപ്പോൾ ഈ ഓർമ്മകൾ ക്രമേണ മങ്ങാൻ തുടങ്ങും. സ്വപ്നിൽ അല്പം ഗൗരവത്തിലായി. ഞാനും സങ്കടപ്പെട്ടു. ഭാരതത്തിൽ വരാൻ പ്ലാൻ ചെയ്യൂ, ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. അതെ, വരണം. എപ്പോൾ സാധിക്കുമെന്ന് നോക്കാം. സ്വപ്നിൽ അല്പം തിരക്കിലാണെന്ന് തോന്നുന്നു. ഞാൻ എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, ശരി വാണി, ഞാൻ പിന്നീട് കോൾ ചെയ്യാം. ഇന്ന് എനിക്ക് തിരക്കുള്ള ദിവസമാണ്. ശുഭദിനം, ബൈ. എനിക്ക് ഇനിയും സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശുഭദിനം, ബൈ എന്ന് പറയാതെ വയ്യായിരുന്നു. അങ്ങനെ സ്വപ്നിൽ കോൾ കട്ട് ചെയ്തു. സ്വപ്നിൽ പറഞ്ഞ കാര്യം എന്റെ മനസ്സിന് പുതിയ ചിന്തകൾ നൽകി. സ്വപ്നിൽ എന്റെ വസ്ത്രങ്ങൾ രാശിയിലിന് നൽകി കാണും. ഒരുപക്ഷേ നൽകാൻ ശ്രമിച്ചു കാണും. രാശിയിൽ കൗശലക്കാരിയാണല്ലോ. അവൾ തന്നെ സ്വപ്നിലിനോട് പറഞ്ഞതാകാം, സ്വപ്നിൽ, ഇവ നീ തന്നെ സൂക്ഷിച്ചു വെക്ക് എന്ന്. എന്തായാലും ഇത് നല്ലതാണല്ലോ. എന്റെ ചില സ്മരണകൾ സ്വപ്നിലിന്റെ പക്കലിരിപ്പുണ്ടല്ലോ. അതെ, ഇത് നല്ലതാണ്. വൈകാരിക വിക്ഷോഭങ്ങൾ എനിക്ക് മാത്രം ഉണ്ടാകുന്നതല്ലല്ലോ. ഈ സ്മരണകളിലൂടെ അദ്ദേഹത്തിന്റെ ചിന്തകളിൽ ഞാനും ഉണ്ടല്ലോ. ഞാൻ സ്വയം സമാധാനിക്കുകയാണ്. ഈ ചിന്തകളാൽ എന്റെ മനസ്സിന് ഒരു മധുരമായ അനുഭവം ഉണ്ടാകുന്നു. അങ്ങനെ ഞാൻ ഉറക്കത്തിലേക്ക് വീണു. അടുത്ത ദിവസം മുതൽ പപ്പ സ്വപ്നിലിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമെന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. അൽക്കമാം ഡിന്നർ കഴിക്കാൻ എന്നെ വിളിക്കുന്നില്ലല്ലോ എന്നൊരു പരാതിയുമുണ്ട്. ദിവസങ്ങൾ കടന്നുപോയി. എന്റെ മനസ്സ് നിറയെ സ്വപ്നിലിന്റെ ചിന്തകളാണ്. സ്കൂൾ അവധിക്കാലം അവസാനിക്കാൻ പോകുകയാണ്. എന്റെ ശ്രദ്ധ സൗമ്യയിലേക്ക് പോയി. അവൾ എങ്ങനെ ഇരിക്കുന്നുണ്ടാകും? അമ്മയെ നഷ്ടപ്പെട്ടതാണവൾക്ക്. ഒരു വൈകുന്നേരം ഞാൻ എന്റെ സ്കൂട്ടിയിൽ അവളുടെ വീട്ടിലേക്ക് പോയി. സൗമ്യ ഇപ്പോൾ സന്തോഷമായി ഇരിക്കുന്നു എന്ന് കണ്ട് എനിക്ക് സമാധാനമായി. ഞാൻ അവിടെ നിന്ന് മടങ്ങി. കുറച്ചു ദൂരം പോയപ്പോൾ എതിരെയുള്ള ബൈക്കിൽ ഇരുന്ന ആൾ എന്നെ നിർത്താൻ ആംഗ്യം കാണിച്ചു. ഹെൽമെറ്റ് ഇരുന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല. ഹെൽമെറ്റിലും എന്നെ തിരിച്ചറിഞ്ഞ ഇദ്ദേഹം ആരാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്ക് ചെറിയ പേടി തോന്നിയെങ്കിലും സ്കൂട്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നു. ബൈക്ക് നിർത്തി തന്റെ ഹെൽമെറ്റ് മാറ്റി. അദ്ദേഹം സൗമ്യയുടെ അച്ഛൻ യോഗേഷ്ജിയാണ്. ഞാനും എന്റെ ഹെൽമെറ്റ് മാറ്റി. അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി അഭിവാദ്യം ചെയ്തു. അദ്ദേഹം ആവശ്യത്തിലധികം സന്തോഷവാനായി കാണപ്പെട്ടു. ഞങ്ങളുടെ ഇടയിൽ ചില കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പോകാൻ തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വാണി മാം, എന്റെ ഭാര്യയെ നഷ്ടപ്പെട്ട ശേഷം എനിക്ക് വലിയ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട്. അദ്ദേഹം നിർത്തി. എന്തിനാണ് ഈ കാര്യങ്ങൾ എന്നോട് പറയുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മറ്റൊരു വിവാഹം കഴിക്കലാണ് എന്റെ ഒറ്റപ്പെടൽ മാറ്റാനുള്ള ഒരേയൊരു വഴി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ ഈ കാര്യം ആരോടും പറയണ്ട, അദ്ദേഹം പറഞ്ഞു. ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അദ്ദേഹം എന്റെ പ്രിയപ്പെട്ട ശിഷ്യയുടെ അച്ഛനാണ്. ഞാൻ സംയമനം പാലിച്ചു. ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞു അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം ശരിയെന്ന് പറഞ്ഞു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി. ഞാൻ വീട്ടിലെത്തി. അമേരിക്കയിൽ നിന്ന് വന്ന ശേഷം ആദ്യമായാണ് എന്റെ ശ്രദ്ധ സ്വപ്നിലിൽ നിന്ന് മാറുന്നത്. ആ രാത്രി യോഗേഷ്ജിയുടെ അഭ്യർത്ഥനയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. യോഗേഷ്ജിയുടെ വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ മോശമായി കരുതിയില്ല. അതിനു കാരണം പപ്പയാണ്. പപ്പ ഭാര്യയെ നഷ്ടപ്പെട്ടപ്പോഴും ഏകദേശം യോഗേഷ്ജിയുടെ പ്രായത്തിലായിരുന്നു. ഒരുപക്ഷെ പപ്പയും രണ്ടാമതൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ സാഹചര്യം എങ്ങനെയിരിക്കുമായിരുന്നു എന്ന് ഞാൻ സങ്കൽപ്പിച്ചു. പപ്പയുടെ ശാരീരിക, മാനസിക ആവശ്യങ്ങളും യോഗേഷ്ജിയെപ്പോലെ തന്നെ ഇരിക്കുമായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ദേഷ്യപ്പെടാതിരുന്നത് നന്നായി. ഓരോ മനുഷ്യനും തന്റെ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്വാഭാവികം തന്നെ. യോഗേഷ്ജി ശ്രമിച്ചതിൽ തെറ്റൊന്നുമില്ലല്ലോ. അമ്മ മരിച്ച ശേഷം പപ്പ രണ്ടാമതൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കില്ല. അദ്ദേഹം ഒറ്റക്കല്ലായിരുന്നെങ്കിൽ ഞാൻ വിവാഹം കഴിക്കില്ലെന്ന് വാശി പിടിക്കില്ലായിരുന്നു. പ്രായമായവർ രണ്ടാമതൊരു വിവാഹം കഴിക്കാതിരിക്കുന്നതിനെ സമൂഹം ആദർശമായി കാണുന്നു. പക്ഷേ ആ ആദർശം എന്റെ ജീവിതത്തിന് വലിയ സന്തോഷമൊന്നും തരുന്നില്ല. പപ്പയെ ഒറ്റക്കാക്കരുത് എന്ന് കരുതിയാണ് ഞാൻ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. പപ്പ എപ്പോഴും കൂടെ ഉണ്ടാകില്ലല്ലോ. അദ്ദേഹം ഇല്ലാത്ത സമയത്ത് എന്റെ വിവാഹപ്രായവും അൽക്കമാമിനെപ്പോലെ കഴിഞ്ഞുപോയിട്ടുണ്ടാകും. അൽക്കമാം അത് നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടാകാം. പക്ഷേ സ്വപ്നിലിന്റെ വരവിന് ശേഷം എനിക്കതിൽ സംശയം തോന്നുന്നു. ആ രാത്രി ഞാൻ ഇതിനെക്കുറിച്ച് കുറെ ചിന്തിച്ചു. വൈകാതെ തന്നെ യോഗേഷ്ജിയെ കണ്ട് സംസാരിക്കണമെന്ന് തീരുമാനിച്ചു. സ്വപ്നിലിന്റെ കോൾ പിന്നീട് വന്നില്ല. എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും സംശയം തടഞ്ഞു. രാശിയിലോ അൽക്കമാമോ എന്റെ വിവാഹത്തെക്കുറിച്ച് ഒന്നും സംസാരിച്ചതുമില്ല.
ഇതിനിടയിൽ സ്കൂൾ തുറന്നു. ജോലി തിരക്കിൽ അമേരിക്കൻ സ്മരണകളും സ്വപ്നിലിന്റെ ചിന്തകളും കുറച്ചു അകന്നുപോയി. അപ്പോഴാണ് സ്കൂളിൽ വെച്ച് അൽക്കമാമിനെ കണ്ടത്. ഞാൻ നചരിച്ചുകൊണ്ട് പലഹാരം നൽകി, പലഹാരം നൽകി, പലഹാരം നൽകി, പലഹാരം നൽകി, പലഹാരം നൽകി. മാം തിരക്കിലായിരുന്നു. നമസ്തേ, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം എന്ന് ആജ്ഞാപിക്കും പോലെ പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറയുന്നതിനു മുൻപ് തന്നെ മാം പോയി. എനിക്ക് സന്തോഷമായി. മാം ഇന്ന് സ്വപ്നിലിന്റെയും എന്റെയും വിവാഹത്തെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച തുടങ്ങുമെന്ന പ്രതീക്ഷ തോന്നി. ഒരുപക്ഷെ അത് സംഭവിച്ചാൽ ഞാൻ എന്ത് പറയണമെന്ന് മാമിന്റെ വീട്ടിലേക്ക് പോകുന്നതിനു മുൻപ് തന്നെ കുറെ ആലോചിച്ചു വെച്ചു. ഭക്ഷണത്തിനു ശേഷം ഞങ്ങൾ മാമിന്റെ ബെഡ്റൂമിലായിരുന്നു. സംസാരിച്ചു തുടങ്ങിയത് മാമാണ്. വാണി, സ്വപ്നിൽ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് രാശിയിൽ എന്നോട് പറഞ്ഞു. മാം എന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഈ കാര്യം രാശിയിൽ എപ്പോഴാണ് പറഞ്ഞത്? ഞാൻ അമേരിക്കയിൽ പോകുന്നതിന് മുൻപോ അതോ ശേഷമോ എന്ന് ഞാൻ ചോദിച്ചു. ജെമിനായി അവലോകനം, സർഗാത്മക മാർഗനിർദ്ദേശങ്ങൾ, അവതരണ നിർദ്ദേശങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, എപ്പിസോഡ് 62 വാണിക്ക് ഒരു വൈകാരികമായ മടുപ്പാണ്. അവൾ ഒരു വശത്ത് സ്വപ്നിലിന്റെ പ്രണയത്തിലാണെങ്കിൽ മറുവശത്ത് കഴിഞ്ഞകാലത്തെയും വർത്തമാനത്തെയും കൈപ്പുള്ള സത്യങ്ങളെ നേരിടേണ്ടി വരുന്നു. സ്വപ്നിലും വാണിയും തമ്മിലുള്ള ബന്ധം, വീഡിയോ കോളിൽ തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത് അവരുടെ ബന്ധം എത്രത്തോളം സ്വാഭാവികമാണെന്ന് കാണിക്കുന്നു. ബെഡിൽ വാണിയുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നത് സ്വപ്നിലിന്റെ സ്നേഹത്തിന്റെ ആഴം കാണിക്കുന്നു. യോഗേഷ് ജിയുടെ അഭ്യർത്ഥന ഇത് വാണിയെ ഒരു കണ്ണാടിക്ക് മുൻപിൽ നിർത്തി. തന്റെ പിതാവിന്റെ ഒറ്റപ്പെടൽ അവൾ തിരിച്ചറിയാനിടയായി. സമൂഹത്തിന്റെ ആദർശങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം പ്രയാസമുണ്ടാക്കുന്നുവെന്ന് ഈ എപ്പിസോഡിൽ കാണാം. കഥയിലെ പുതിയ അധ്യായം, അൽക്കമാം നേരിട്ട് വിവാഹകാര്യം പറയുന്നതോടെ കഥ വേഗം കൂടി. മൗനങ്ങളിൽ നിന്ന് നേരിട്ടുള്ള സംസാരങ്ങളിലേക്ക് കഥ നീങ്ങുന്നു. എപ്പിസോഡ് 62 അവസാനിച്ചു.